ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ജൂൺ ജൂലൈ മാസത്തിൽ എന്തൊക്കെ കൃഷി ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് എല്ലാ കൃഷിയും ഈ മാസങ്ങളിൽ ചെയ്യാൻ കഴിയില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം സമയം കൃഷിക്ക് വേണ്ടി ചെലവാക്കേണ്ട എന്നത് ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ്. വെണ്ട കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് ജൂൺ ജൂലൈ. നമ്മൾ ആനക്കൊമ്പൻ വെണ്ടയാണ് നട്ടത്. വെണ്ട കൃഷിയെ ബാധിക്കുന്നത് ഇല ചുരുട്ടിപ്പുഴുവിൻ്റെ ശല്യമാണ്. അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഇല മുറിച്ചു മാറ്റിയാൽ മതി. മഴക്കാലത്ത് വളപ്രയോഗം ചെയ്യുമ്പോൾ വളം മഴവെള്ളത്തിൽ ഒലിച്ചു പോകാതിരിക്കാൻ മണ്ണ് അല്പം കയറ്റിക്കൊടുത്താൽ മതി. തുടക്കക്കാർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് വെണ്ടക്കൃഷി. ഇതിന് അത്ര വലിയ പരിചരണം ആവശ്യമില്ല. സ്ലറികൾ നൽകുമ്പോൾ മഴ ഇല്ലാത്ത സമയത്ത് നൽകുന്നതാണ് നല്ലത്. അപ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനും സാധിക്കും. 4-5 മൂട് വെണ്ട ഒക്കെ നട്ടാൽ തന്നെ നമുക്ക് ഒരു തോരന് വേണ്ട വെണ്ട ലഭിക്കും. ദിവസേന വിളവ് ലഭിക്കും എന്നതും വെണ്ട കൃഷിയുടെ ഒരു പ്രത്യേകതയാണ്. അടുത്തതായി നമുക്ക് നടാൻ പറ്റുന്നത് വഴുതിനയാണ്. വഴുതിന 2-3 തൈകൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു വീട്ടിൽ ആവശ്യത്തിന് വേണ്ട വിളവ് നമുക്ക് അതിൽ നിന്നും ലഭിക്കും. 3 വർഷമൊക്കെ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ചെടി പരിപാലിച്ചു കൊണ്ടുപോകാനും പറ്റും. ഇത് ഞാൻ വേനൽക്കാലത്ത് നട്ട വഴുതിന ചെടിയായിരുന്നു. ചീരയും മറ്റ് കൃഷികളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിട്ട് വഴുതിനയെ കാര്യമായി ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് ചെടി നശിച്ചു പോയെന്ന്. പിന്നീട് മഴ പെയ്തപ്പോൾ ചെടി നല്ല പച്ചപ്പോടുകൂടി വളർന്നു. പിന്നീട് അതിന് കുറച്ച് ചാണകമൊക്കെ ഇട്ട് മണ്ണൊക്കെ കയറ്റി ഇപ്പോൾ വഴുതിന ഉണ്ടായി തുടങ്ങി. അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് പാവൽ ആണ്. ഇതിന് ഒന്നും ഒരു പ്രത്യേക സീസൺ ഇല്ല. എല്ലാ സമയത്തും നമുക്ക് നടാവുന്ന ഒന്നാണ്. വേനൽക്കാലത്താണെങ്കിൽ കൂടുതൽ പാവക്ക കിട്ടിക്കഴിഞ്ഞാൽ ഉപ്പും മുളകും ഒക്കെ ഇട്ട് ഉണക്കി സൂക്ഷിച്ചാൽ അത് നമുക്ക് മഴക്കാലത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ പാവൽ അത്ര അധികം കൃഷി ചെയ്യാറില്ല. 2-3 മൂടോ ഒക്കെ നടാറുള്ളൂ. അടുത്തതായി നടാൻ പറ്റുന്ന ഒന്ന് പച്ചമുളകാണ്. ഒരു വീട്ടിൽ ദിവസവും ആവശ്യം ഉള്ള ഒന്നല്ലേ പച്ചമുളക്. മുളകിനും ഒരു പ്രത്യേക സീസൺ ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നടാൻ കഴിയുന്ന ഒന്നാണ് മുളക്. മുളകിനെ ബാധിക്കുന്ന ഒന്ന് മുരടിപ്പാണ്. അത് തുടക്കത്തിൽ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ ചെടി തന്നെ നശിച്ചു പോകും. ആഴ്ചയിൽ 1-2 തവണ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്താൽ മുരടിപ്പ് തുടക്കത്തിൽ തന്നെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. അടുത്തതായി ചെയ്യാൻ പറ്റുന്ന ഒന്ന് ചീരച്ചേമ്പ് ആണ്. ഇതിന് ചേമ്പ് ഉണ്ടാകില്ല. ഇതിൻ്റെ ഇലയാണ് നമ്മൾ കറിക്കും തോരനും ഒക്കെ ഉപയോഗിക്കുന്നത്. പരിപ്പിട്ട് ഇതിൻ്റെ ഇല കറി വെച്ചാൽ നല്ല രുചിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത്. ഇതാണ് വള്ളിച്ചീര. ഇതും നമുക്ക് മഴക്കാലത്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ വിത്ത് നട്ടും കമ്പ് നട്ടും നമുക്ക് ചെടി വളർത്തിയെടുക്കാം. ഇതിന് ഒരു പരിചരണവും ആവശ്യമില്ല. എളുപ്പം പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ്. ഇതാണ് വേലിച്ചീര, സുക്കൂർ മണി ഇങ്ങനെ അറിയപ്പെടുന്ന ചീര. ഇത് ഓരോ നാട്ടിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താണ് പറയുന്നത് എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ഒരു കമ്പ് നട്ടാൽ മതി. പിന്നീട് വലിയ പരിചരണം ഇതിന് ആവശ്യമില്ല. നമ്മൾ ഇതിന് വളപ്രയോഗമൊന്നും നടത്താറില്ല. ഇതാണ് ആഫ്രിക്കൻ മല്ലി. ഇതിന് മല്ലിയുടെ എല്ലാ ഉപയോഗവും ഉണ്ട്. ഇതിൻ്റെ വിത്തും തൈയും നടാൻ ഉപയോഗിക്കാം. ഈ ചെടിയും കാട് പോലെ വളരുന്ന ചെടിയാണ്. ഇതാണ് സാമ്പാർ ചീര. ഇതും തോരനും പരിപ്പ് കറിയുമൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. ഇതൊക്കെ ഒരിക്കൽ നട്ടാൽ പിന്നീട് കാട് പോലെ വളരുന്ന ചെടികളാണ്. ഇതാണ് വള്ളിച്ചീര പച്ച. നേരത്തെ കാണിച്ചത് പർപ്പിൾ കളർ വള്ളിച്ചീരയാണ്. ഇത് രണ്ടും ഒരു ഉപയോഗം തന്നെയാണ്. 2 കളറിലായി വരുന്നു. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ചെടികളും നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ നടാം. ഇലക്കറികൾ ഒരിക്കൽ നട്ടാൽ പിന്നീട് വലിയ പരിചരണം ആവശ്യമില്ല. ചെടികൾ ആരോഗ്യം കുറഞ്ഞു വരുമ്പോൾ കമ്പ് മുറിച്ച് മറ്റൊരു സ്ഥലത്ത് നട്ടാൽ മതി. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു 5 തരം ചെടിയെങ്കിലും ഇന്ന് തന്നെ നടാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണുന്നതുവരെ ബായ്.